കണ്ണൂരിൽ റെയിൽവേ പാളത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടെത്തിയ സംഭവത്തിൽ 5 വിദ്യാർത്ഥികൾ പിടിയിൽ. ഇന്നുച്ചയ്ക്ക് വന്ദേ ഭാരത് കടന്നു പോകുമ്പോഴാണ് പാളത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടത്. കണ്ണൂരിനും വളവട്ടണത്തിനും ഇടയിൽ പന്നേൻപാറയിലാണ് പാളത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടെത്തിയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എങ്ങനെയാണ് വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം എത്തിയത്? ദിവ്യ, വളപട്ടണത്തിനും കണ്ണൂരിനും ഇടയിൽ പല തവണയായി ഇപ്പോൾ റെയിൽവേ പാളത്തിൽ ഇത്തരത്തിൽ കരിങ്കൽ ചീളുകൾ കാണുന്ന സംഭവം പതിവായിട്ടുണ്ട്. ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു പോകുമ്പോൾ കരിങ്കൽ ചീളുകൾ റെയിൽവേ ട്രാക്കിൽ കാണുന്നത് ലോക്കോ പൈലറ്റ് ആണ്. ഇതേ തുടർന്ന് ലോക്കോ പൈലറ്റ് ഈ വിവരം റെയിൽവേ പോലീസിന് കൈമാറി. തുടർന്ന് റെയിൽവേ പോലീസാണ് ഇക്കാര്യം വളപട്ടണം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഭാഗത്ത് ചില വിദ്യാർത്ഥികൾ ആ സമയത്ത് തമ്പടിച്ച് നിന്നിരുന്നു എന്ന വിവരം കിട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് ഈ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട 5 വിദ്യാർത്ഥികളെ പിടികൂടുകയും പക്ഷേ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ മുൻപുണ്ടായ സംഭവങ്ങളിലും ഈ വിദ്യാർത്ഥികൾ തന്നെയെന്നാണോ പോലീസ് പറയുന്നത്? അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റൻഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ഈ പാളത്തിൽ കല്ലുകൾ വെക്കുമ്പോൾ കല്ലിങ്ങനെ പൊട്ടിച്ചിതറി തെറിച്ചു പോകും. അത് കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ കല്ല് വെച്ചത്. മറ്റെന്തെങ്കിലും അട്ടിമറി ശ്രമമോ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റൻഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ താക്കീത് ചെയ്ത് വിട്ടയക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാവുന്നത്. ശരി, സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ റെയിൽവേ പാളത്തിൽ കരിങ്കൽ ചീളുകൾ കണ്ടെത്തിയ സംഭവത്തിലാണ് വിദ്യാർത്ഥികളെ പിടികൂടിയത്.